ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയിട്ടുള്ള കുട്ടികളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സേമിയ വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഐസിന്റെ റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പൊ നമുക്കിത് എങ്ങനെയാണ് റെഡി ആക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. അപ്പൊ ആദ്യം തന്നെ ഞാനൊരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു പാലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പൊ ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ട പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഒരു 4-5 ടേബിൾ സ്പൂൺ മതി കേട്ടോ. അപ്പോൾ മധുരം നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്, എന്നാലേ ഉള്ളൂ ഐസ് നന്നായിട്ട് മധുരം ഉണ്ടാവുള്ളൂ. അപ്പൊ പാകത്തിലുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് നന്നായിട്ട് ഇതുപോലെ ഒന്ന് തിളച്ചു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. ഒരു പിടി സേമിയ മാത്രം മതി കേട്ടോ, ഒരുപാട് വേണ്ട. സേമിയ ഒന്ന് ഇതുപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു സേമിയ ഒന്ന് ഒരു ലോ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. സേമിയ നന്നായിട്ട് വെന്ത് വരണം. അപ്പൊ സേമിയ ഞാനിതിലേക്ക് മുന്നേ തന്നെ പഞ്ചസാര ചേർത്ത് കൊടുത്തത് കാരണം ഈ ഒരു സേമിയ വെന്ത് കിട്ടാൻ കുറച്ച് താമസം വരും. കാരണം മധുരമുള്ളതിലേക്ക് സേമിയ ഇട്ട് കൊടുക്കുമ്പോൾ വെന്ത് വരാൻ കുറച്ച് സമയം പിടിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് സേമിയ വെന്ത് കഴിഞ്ഞതിന് ശേഷം പഞ്ചസാര ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എങ്ങനെയായാലും കുഴപ്പമില്ല, ഇതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പൊ ഇതുപോലെ നന്നായിട്ടൊന്ന് സേമിയൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയിട്ടിട്ട് ഇതിലേക്ക് ഒരു നുള്ള് ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട്. ഒരുപാട് വേണ്ട കേട്ടോ. പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ നമുക്ക് ഐസിന് നല്ല മധുരം കിട്ടും കേട്ടോ. ആ ഒരു ഉപ്പും കൂടി ഉണ്ടാകുമ്പോഴേ ഉള്ള ആ ഒരു മധുരം ഒന്ന് മുന്നിട്ട് നിൽക്കുള്ളൂ. അപ്പൊ നന്നായിട്ട് ചൂടാറി വന്നതിന് ശേഷം ഇനി നമുക്കത് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പൊ ഞാനിവിടെ ഐസിന്റെ ഇതുപോലെയുള്ള മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം. ഇനിയിപ്പോ നിങ്ങളുടെ അടുത്ത് ഇങ്ങനത്തെ മോൾഡ് ഇല്ലെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലാസ് ഒക്കെ ഉണ്ടാവുമല്ലോ, പേപ്പർ ഗ്ലാസ്, അതിൽ ഒഴിച്ചു വെച്ചിട്ടും നമുക്കിത് സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പൊ എങ്ങനെയായാലും ഒന്ന് സെറ്റ് ചെയ്തെടുത്താൽ മതി. അങ്ങനെ നമ്മൾ മുഴുവൻ മോൾഡിലും ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് കവർ ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതിന്റെ മുകളിലൂടെയാണ് കേട്ടോ നമ്മൾ സ്റ്റിക്ക് വെച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ സ്റ്റിക്ക് ഇങ്ങനെ ചെരിഞ്ഞു പോകും കേട്ടോ ഒരു സൈഡിലേക്ക്. അപ്പൊ നമുക്ക് കറക്റ്റ് ഒരു നടുഭാഗം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ആ ഒരു റൗണ്ട് ഇങ്ങനെ കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. എന്നിട്ട് അതിന്റെ നടുക്ക് ഞാനിതാ കത്തി വെച്ചിട്ട് സ്റ്റിക്ക് ഇറക്കി വെക്കാൻ ചെറിയൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതുപോലെ ഹോൾ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഐസ് സ്റ്റിക്ക് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പൊ എല്ലാ മോൾഡിലും ഇതുപോലെ സ്റ്റിക്ക് ഇറക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇത് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. 8-10 മണിക്കൂറൊക്കെ വെക്കേണ്ടി വരും കേട്ടോ. അപ്പൊ ഞാനിവിടെ ഒരു ഓവർനൈറ്റ് ആണ് വെക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഫ്രീസറിന്റെ തണുപ്പിനനുസരിച്ചിട്ട് ഇത് സെറ്റ് ആവുന്നത് വരെ വെക്കാം. അപ്പൊ ഇത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. പിറ്റേ ദിവസമാണ് കേട്ടോ എടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിന്ന് വിട്ടു പോരാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒന്ന് വെള്ളത്തിൽ കുറച്ച് നേരം ഒരു 2 സെക്കൻഡൊക്കെ വെച്ചാൽ മതി കേട്ടോ. ഇതുപോലെ വെള്ളത്തിൽ. എന്നിട്ട് നമുക്ക് ഇതുപോലെ സിമ്പിളായിട്ട് ഇത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐസ് തന്നെയാണ് കേട്ടോ ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐസാണ് സേമിയ ഐസ്. നല്ല ടേസ്റ്റുമാണ് കഴിക്കാൻ. അപ്പോൾ ഇത്രയൊന്നും അടിപൊളി സേമിയ ഐസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്.